കൃഷ്ണ അക്ഷമയോടെ മറുപടിക്കായി കാത്തു. ഒന്നാമത്തെ കാര്യം, നിന്റെ മുറച്ചെറുക്കൻ ശ്രീജിത്ത്. അവൻ നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശല്യം തന്നെയാണ്. എത്രയൊക്കെ ശ്രമിച്ചാലും നിന്നെ വിടാതെ പിന്തുടരുന്ന പിശാച്. കൃഷ്ണ ഒന്നും മനസ്സിലാക്കാതെ അഭിയെ നോക്കി. യു നോ വൺ തിങ്, ഈസ് എ ബോൺ ക്രിമിനൽ. അവൻ്റെ ലക്ഷ്യം നീയാണ്. എന്ത്? കൃഷ്ണ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. അഭി അവളെ തൻ്റെ അരികിലായി പിടിച്ചിരുത്തി. കൃഷ്ണ, ഞാൻ പറയുന്നത് നീ മുഴുവനായി കേൾക്കുക. അന്ന് നിന്റെ അച്ഛമ്മയോട് ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞ കാര്യമാണിത്. ശ്രീജിത്തിന് ഒരുപാട് പെണ്ണുങ്ങളുമായി ബന്ധങ്ങളുണ്ടെന്ന കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പെണ്ണ് കേസിൽ അവൻ സ്ഥിരം അകത്താകുന്നതുമാണ്. അങ്ങനെയുള്ള അവന് നിന്റെ മേൽനോട്ടം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ആദ്യം നിന്റെ അച്ഛമ്മയാണ്. അതുകൊണ്ട് തന്നെ നിന്നെ അവനിൽ നിന്നും സംരക്ഷിക്കാൻ കഴിവുള്ള ഒരാളെ മാത്രമേ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് അവർ എന്നോട് പറഞ്ഞു. അന്ന് എനിക്ക് ജോലിയൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ട്. ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളാമെന്ന് വാക്കുകൊടുത്തെങ്കിലും നിന്റെ അച്ഛമ്മക്കത് പോരായിരുന്നു. നിനക്ക് സുരക്ഷിതത്വം തരാൻ ഞാൻ പ്രാപ്തനാണെന്ന് തെളിയിക്കാൻ പറഞ്ഞു. അങ്ങനെ തെളിയിച്ചാൽ നിന്നെ എൻ്റെ കയ്യിലേൽപ്പിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന്. അഭി ഒന്ന് നിർത്തി കൃഷ്ണയെ നോക്കി. ശേഷം വീണ്ടും തുടർന്നു. അങ്ങനെ തെളിയിച്ചാൽ മാത്രം പോരാ, നിനക്ക് എന്നെ ഇഷ്ടമാകുന്ന കൂടി വേണമെന്ന് പറഞ്ഞു അവൻ ഒന്ന് ചിരിച്ചു. അങ്ങനെയാണ് സ്വന്തമായൊരു ജോലി വേണമെന്ന തീവ്രമോഹം എൻ്റെ ഉള്ളിൽ ഉദിച്ചത്. നിന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ടെങ്കിലും നിന്റെ അച്ഛമ്മയെ ബോധിപ്പിക്കാൻ എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഓപ്ഷനാണ് പോലീസിൽ ചേരുക എന്നുള്ളത്. പിന്നീട് അതിനു വേണ്ടിയുള്ള ശ്രമമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല എഫേർട്ട് എടുത്തു പഠിച്ചു നേടിയതാണ് പോലീസ് യൂണിഫോം. അതിനിടയിൽ ഒരു തവണ എൻ്റെ അച്ഛനും അമ്മയും കൂടി നാരായണിയമ്മയെ വന്ന് കണ്ടിരുന്നു. അത് എൻ്റെ നിർബന്ധപ്രകാരമാണ്. നിന്നെ മറ്റാർക്കും കൊടുക്കില്ല എന്നുള്ളൊരു വാക്ക് കിട്ടാൻ വേണ്ടി. അവരോട് നിന്റെ അച്ഛമ്മ പറഞ്ഞൊരു കാര്യം, നീ സമ്മതം എന്ന് പറയാതെ ഈ കല്യാണം നടക്കില്ല എന്നു തന്നെയാണ്. പക്ഷെ ഒരു ചെറിയ ഉറപ്പ് കിട്ടി. എനിക്കതിൻ്റേതായ ഒരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഇതൊന്നും നീ അറിഞ്ഞിട്ടില്ല. ഞാൻ ജോലിക്കായി ശ്രമിക്കുന്ന സമയത്താണ് ശ്രീജിത്തിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത്. സത്യത്തിൽ ഞെട്ടിപ്പോയി. അവൻ്റെ ഹിസ്റ്ററി അറിഞ്ഞപ്പോൾ, അവൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ. സത്യത്തിൽ അവനൊരു മാനസിക രോഗിയാണ്. മാനസിക രോഗിയോ? കൃഷ്ണയുടെ ശബ്ദത്തിൽ പതർച്ചുണ്ടായിരുന്നു. അതെ, ഒരുപാട് വൈകൃതങ്ങൾ ഉള്ള ഒരു മനുഷ്യനാണ് അവൻ. പെണ്ണെന്നാൽ അവന് ഭ്രാന്താണ്. ആഗ്രഹിച്ച ഏത് പെണ്ണിനെയും ഏത് വിധനെയും സ്വന്തമാക്കിയിട്ടേ ഉള്ളൂ. അതിനായി ഏതു മാർഗവും സ്വീകരിക്കും. കൃഷ്ണ പേടിയോടെ അവൻ്റെ വാക്കുകൾ കേട്ടിരുന്നു. നിനക്കറിയുമോ, പലതവണ എൻ്റെ കയ്യിൽ നിന്ന് അവൻ വാങ്ങിയിട്ടുണ്ട് നിന്റെ പിന്നാലെയുള്ള വരവ് കാരണം. എന്നിട്ടും അവൻ അത് നിർത്തിയിട്ടില്ല. അവസരം കിട്ടുമ്പോഴെല്ലാം നിന്റെ അടുത്തേക്ക് വന്നു കൊണ്ടേയിരിക്കുകയായിരുന്നു. അത് നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയാണെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും നീ അറിയാതെ നിന്റെ പിന്നാലെ ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ ചാർജ് എടുത്തതിന് പിന്നാലെ ആദ്യം ചെയ്ത കാര്യം ശ്രീജിത്തിൻ്റെ പേരുള്ള കേസുകൾ കുത്തിപ്പോകുകയായിരുന്നു. ഓരോ കേസിലും ഞാൻ അവനെ അകത്താക്കും തോറും അവനെ രക്ഷപ്പെടുത്താൻ ആൾക്കാർ പുറത്തും ഉണ്ട് എന്നതാണ് സത്യം. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അഭി വീണ്ടും തുടർന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു സത്യമുണ്ട് കൃഷ്ണൻ. അവൻ മറ്റുള്ള പെണ്ണുങ്ങളെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലാണ് നിന്നെ കാണുന്നത്. നീ എന്നാൽ അവന് ലഹരിയാണ്. ഏതു വിധേനയും അവൻ നേടാൻ ശ്രമിക്കും. അതിന് സാധിച്ചില്ലെങ്കിൽ നിന്നെ ഇല്ലാതാക്കാൻ പോലും അവൻ മടുക്കില്ല. എന്തൊക്കെ അഭിയേട്ട ഈ പറയുന്നത്? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൃഷ്ണ വിയർത്തു. എന്നെ അയാൾ ഇല്ലാതാക്കുമോ? കൃഷ്ണ കൈവിരലുകൾ കടിച്ചു. ഇറ്റ് ഈസ് എ ഫാക്റ്റ്. അന്നൊരിക്കൽ അവനെ ലോക്കപ്പിൽ വെച്ച് ഞാൻ കൈകാര്യം ചെയ്തിരുന്നു. പിറ്റേന്ന് ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന സ്വന്തം കൈമുറിച്ച രക്തം കൊണ്ട് ഭിത്തിയിൽ നിന്റെ പേര് എഴുതിയിരിക്കുകയാണ്. ഈസ് എ സൈക്കോ. ഭയക്കണം അവൻ ഒരുപാട്, അഭിമന്യു പറഞ്ഞു. ഇനി പേടിക്കേണ്ടതുണ്ടോ? അയാൾ ജയിലിൽ അല്ലേ, ഇനി ശല്യത്തിന് വരില്ലല്ലോ, അവൾ ചോദിച്ചു. പക്ഷെ അവനെ രക്ഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് പുറത്ത്. അവർ ആരൊക്കെയാണെന്ന് കണ്ടെത്തണം. ഇനി ഒരിക്കലും രക്ഷപ്പെട്ട് നിന്നെ ശല്യം ചെയ്യാൻ വരാത്ത രീതിയിൽ അവനെ പൂട്ടണം, അഭി പറഞ്ഞു. തല കുമ്പിട്ടാൻ പറയുന്നതെല്ലാം കേട്ടിരിക്കുകയായിരുന്നു കൃഷ്ണ. ഭയം അവളെ കീഴ്പ്പെടുത്തി. ശരീരം ആകമാനം വിറക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചില വാർത്തകൾ കേൾക്കാറില്ലേ, സ്നേഹിച്ച പെണ്ണിൻ്റെ മുഖത്ത് ആശ്രയിച്ചു പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു എന്നൊക്കെ. അവരൊക്കെ ഓരോ മാനവരോഗികളാണ്. താൻ ആഗ്രഹിച്ചത് തനിക്ക് കിട്ടില്ലെങ്കിൽ മറ്റാർക്കും കിട്ടരുത് എന്നുള്ള ഒരു തരം ഭ്രാന്തമായ അവസ്ഥ. ആ ഒരു കാറ്റഗറിയാണ് ശ്രീജിത്ത്. അവൻ മനസ്സിൽ കൊതിച്ചത് അവന് കിട്ടിയില്ല. ആ പക അവൻ്റെ ഉള്ളിലുണ്ട്. ഈ ഒരു അവസരത്തിൽ നിന്നെ ഇല്ലാതെയാക്കാനാകും അവൻ ശ്രമിക്കുക. നിന്നെ സ്വന്തമാക്കി എന്നെയും ഇല്ലാതാക്കാൻ ശ്രമിക്കും. കൃഷ്ണ പേടിയോടെ മുഖമുയർത്തി നോക്കി. നിന്നെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതെല്ലാം പറഞ്ഞു തരുന്നത്. നീ അറിഞ്ഞിരിക്കണം ഇതെല്ലാം. ഈസ് എ ഡേഞ്ചറസ് ഫെല്ലോ. അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അഭിമന്യു പറഞ്ഞു. ശ്രീജിത്ത് നിനക്കൊരു തീരാശല്യമായേക്കുമെന്ന് നിന്റെ അച്ഛൻ മുൻകൂട്ടി കണ്ടിരുന്നു. നിനക്കിടക്കെങ്കിലും തോന്നിയിട്ടില്ലേ അവർക്ക് നിന്നോട് സ്നേഹം ഇല്ലെന്ന്? അതെ അതെ, അവൾ തല കുലുക്കി. സ്നേഹത്തേക്കാൾ കൂടുതൽ കരുതൽ നിന്നോടുണ്ടായിരുന്നു. ശ്രീജിത്തിൻ്റെ കയ്യിൽ അകപ്പെടാതെ നിന്നെ സേഫാക്കണം എന്ന് ആത്മാർത്ഥമായി അവർ ആഗ്രഹിച്ചിട്ടുണ്ട്.
നിന്നെ പലപ്പോഴും തുടർന്ന് പഠിക്കാൻ മേടിച്ചത് നീ പഠിക്കാനായി പോകുമ്പോൾ ആപത്ത് പോകുമോ എന്ന പേടി കൊണ്ടാണ്. ചെമ്പകശ്ശേരി നീ സുരക്ഷിതയാണ്. എന്നാൽ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെയല്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴും +2 കഴിഞ്ഞപ്പോഴും തന്നെ തുടർന്ന് പഠിപ്പിക്കുന്നതിൽ അച്ഛമ്മ ഉത്സാഹം കാട്ടാതിരുന്നത് അവൾക്ക് ഓർമ്മ വന്നു. 10 കഴിഞ്ഞ് 1 വർഷത്തോളം ചെമ്പകശ്ശേരിയിൽ തന്നെയായിരുന്നു. പിന്നീട് ഹരിയേട്ടൻ ഇടപെട്ടാണ് വീണ്ടും പഠിക്കാൻ അവസരമുണ്ടായത്. +2 കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെ. നീ പോകുന്നിടത്തെല്ലാം എൻ്റെ സമീപം ഉണ്ടെന്ന് മനസ്സിലാക്കിയതും ഞാൻ നിനക്ക് സംരക്ഷകൻ ആകും ഉറപ്പായതോടെ നിന്നെ എൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ നാരായണിയമ്മ ഉള്ളാലെ ആഗ്രഹിച്ചിരുന്നു. അതാണെന്ന് ഞാൻ വന്ന് വിവാഹചനം മുന്നോട്ട് വെച്ച ഉടൻ തന്നെ അവർ സമ്മതം അറിയിച്ചത്. അല്ലാതെ നീ കരുതുമ്പോൾ ഒത്തുകളിയോ നാടകമോ ഒന്നുമല്ല. അവർ എന്നെ വിശ്വസിക്കുന്നു ഒരുപാട്. ആ അമ്മയുടെ വിശ്വാസം നേടിയെടുക്കാൻ എനിക്ക് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. അതുപോലെ എൻ്റെ പ്രണയത്തെ സ്വന്തമാക്കാനും. അഭി ദൂരക്ക് നോക്കി പറഞ്ഞു. കൃഷ്ണ അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും മനസ്സിലെത്തി ചിന്തിക്കുകയായിരുന്നു. താൻ പോകുന്നിടത്തെല്ലാം അഭിമന്യു ഉണ്ടല്ലോ എന്ന് പലതവണ ആലോചിച്ച കാര്യമാണ്. അതൊക്കെ തന്നെ ഇഷ്ടമായതുകൊണ്ട് വരുന്നതാകാമെന്ന് ഇത്രയും നാൾ കരുതിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ പോലും അവനെ ഗൗനിക്കാതെ ഒരു നോട്ടം കൊണ്ട് പോലും അവഗണിച്ചിരുന്നതും. പക്ഷെ അതിൻ്റെതൊക്കെ പിറകിൽ ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. തന്നെ മുന്നിൽ ശ്രീജിത്ത് എത്തുമ്പോഴെല്ലാം പിന്നാലെ അഭിയും ഉണ്ടായിരുന്നു. അപ്പോഴും അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തി മനഃപൂർവ്വം നായക പരിവേഷം അണിയിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കരുതിയത്. എന്നാൽ തൻ്റെ തോന്നലുകൾ എല്ലാം തെറ്റിയിരിക്കുന്നു. അവയേക്കാൾ എത്രയും മുകളിലായിരിക്കുന്നു സത്യം. കുറ്റബോധത്തിൻ്റെ ചെറിയ നീറ്റിൽ അവളിൽ ഉണ്ടായി. കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു. നമുക്ക് തിരിക്കണ്ടേ? കൃഷ്ണയുടെ കൈകൾ കവർന്നുകൊണ്ട് അഭി ചോദിച്ചു. പോകാം. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. പിന്നാലെ അഭിയും. തിരികെയുള്ള യാത്രയിൽ വളരെ വേഗത്തിലാണ് അഭി ബൈക്ക് ഓടിച്ചത്. വൈകിട്ട് റിസപ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് വീട്ടിലെത്തിയിട്ട് അല്പം തിരക്കുകൾ ഉണ്ടായിരുന്നു. യാത്രക്കിടയിൽ തൻ്റെ തോളിൽ വെച്ചിരുന്ന കൃഷ്ണയുടെ കൈകൾ മുറുകുന്നത് അഭി അറിയുന്നുണ്ടായിരുന്നു. എന്തുപറ്റി? ബൈക്ക് റോഡിനരികത്തേക്ക് സ്ലോ ചെയ്ത് നിർത്തിക്കൊണ്ടവൻ ചോദിച്ചു. കുറച്ച് പതിയെ പോകുമോ? ഇത്രയും സ്പീഡ് വേണ്ട, അവൾ പറഞ്ഞൊന്നു. ഒന്ന് മൂളിക്കൊണ്ടവൻ വീണ്ടും ബൈക്കെടുത്തു. എന്തൊക്കെയോ ഓർത്തുകൊണ്ടുള്ള ടെൻഷൻ സ്പീഡ് കൂടിപ്പോയതാണ്. അവൻ പരമാവധി വേഗം കുറച്ച് ബൈക്ക് ഓടിക്കാൻ തുടങ്ങി. വീട്ടിലെത്തുന്നതുവരെയും കൃഷ്ണ അഭിയുടെ വയറിന്മേൽ തൻ്റെ കൈകൾ ചുറ്റിപ്പെട്ടിരുന്നു. വീട്ടിലെത്തിയതും മുറ്റത്ത് റിസപ്ഷന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. മുറ്റത്തായി ഒരു ചെറിയ സ്റ്റേജ് ഒരുക്കിയിരിക്കുന്നു. വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാനുള്ള ടേബിളും ചെയറും ഒക്കെ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലായിരുന്നു അനിരുദ്ധും പ്രതാപനും. കൃഷ്ണ അഭിയോടൊപ്പം അകത്തേക്ക് കയറി. അവളെ കണ്ടതും ഏട്ടത്തിമാർ 2 പേരും അവളെ മുകളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. റിസപ്ഷൻ അണിയാനായി യൂറോപ്യൻ ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ചുവപ്പ് നിറത്തിലുള്ള ലഹങ്കയാണ് കൃഷ്ണക്കായി വാങ്ങിയിരുന്നത്. സ്വപ്നയും വീണയും അവളെ കാണിച്ചു. നിനക്ക് നന്നായി ഇണങ്ങുന്നുണ്ട് കൃഷ്ണൻ ഈ നിറം, സ്വപ്ന പറഞ്ഞു. അവൾക്ക് വേണ്ടി വാങ്ങിയിരുന്ന ഓർണമെൻറ്റ്സ് എല്ലാം അവളെ ഏൽപ്പിച്ചു. റിസപ്ഷന് വേണ്ടി തനിയെ ഒരുങ്ങുമോ അതോ ഞങ്ങൾ ഒരുക്കണോ? വീണ അവളോട് ചോദിച്ചു. ഞാൻ ഒരുക്കിക്കോളാം, കൃഷ്ണ ആരോടൊന്നില്ലാതെ പറഞ്ഞു. അവൾ മറ്റെന്തോ ലോകത്തായിരുന്നു. ഏട്ടത്തിമാർ 2 പേരും അവളുടെ താല്പര്യമില്ലായ്മ ശ്രദ്ധിക്കുകയും ചെയ്തു. വൈകിട്ട് 6 മണിയോടെ റിസപ്ഷൻ തുടങ്ങാനാണ് നിശ്ചയിച്ചിരുന്നത്. 6:30 കഴിഞ്ഞപ്പോൾ തന്നെ സ്വപ്നയും വീണയും ചേർന്ന് അവളെ ഒരുക്കി നിർത്തിയിരുന്നു. അഭിമന്യു വരുമ്പോൾ അവൾ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് കാഴ്ചകൾ കണ്ടുകൊടുക്കുകയായിരുന്നു. അവൻ വിളിച്ചപ്പോൾ അകത്തേക്ക് വന്നു. എന്തുപറ്റി നിനക്ക്? അവളുടെ മ്ലാനമായ മുഖം കണ്ടിട്ടവൻ ചോദിച്ചു. എനിക്കെന്തോ പേടി തോന്നുന്നു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ പറഞ്ഞു. ശ്രീജിത്തിൻ്റെ കാര്യമാണ്? ഉടനെ അവൻ ചോദിച്ചു. അതെ. അഭി അവളെ തൻ്റെ നേരെ തിരിച്ചു നിർത്തി അവളുടെ മുഖം ഒരു കൈയാലും കോരിയെടുത്തു. നോക്ക് കൃഷ്ണ, ഞാനൊരു കാര്യം പറയാം. അഭിമന്യുവിൻ്റെ ശരീരത്തിൽ ജീവനോടത്തോളം കാലം ശ്രീജിത്ത് എന്നല്ല വേറൊരാളും നിന്നെ ഉപദ്രവിക്കില്ല. ഇത് കൃഷ്ണവേണിക്ക്, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ തരുന്ന വാക്കാണ്. കൃഷ്ണക്കുള്ളിൽ ഒരു ആശ്വാസം തോന്നി. എന്നാൽ അതോടൊപ്പം ഭയവും അവളിൽ ഉടലെത്തിരുന്നു. അഭിമന്യു അവളെ ചേർത്ത് പിടിച്ചതും ഡോറിൽ ആരോ തട്ടി. നോക്കുമ്പോൾ ജാനകിയാണ്. തയ്യാറായില്ല മക്കളെ? എല്ലാവരും നിങ്ങളെ നോക്കിയിരിക്കുക. ദേ വരുന്നു അമ്മേ. അവൻ കൃഷ്ണയും കൂടി താഴേക്ക് ഇറങ്ങി ചെന്നു. അഭിമന്യുവിൻ്റെ മേൽ ഉദ്യോഗസ്ഥന്മാരും സഹപ്രവർത്തകരും അവൻ്റെ കൂട്ടുകാരും അടുത്തുള്ള ചില പരിചയക്കാരും ഏട്ടന്മാരും കൂടെ ജോലി ചെയ്യുന്നവരും ഒക്കെയായി കുറേയധികം പേർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും പുഞ്ചിരി നിറഞ്ഞ മുഖത്തോടെ കൂടി സംസാരിക്കാനും ഇടപഴകാനും കൃഷ്ണ പ്രത്യേകം ശ്രദ്ധിച്ചു. അവൻ്റെ കൂട്ടുകാരികളായ ശരണ്യയും കീർത്തിയും കൃഷ്ണയോടൊപ്പം നിന്ന് പലരെയും പരിചയപ്പെടുത്തി കൊടുത്തു. അതിൽ പലരും കൃഷ്ണയെ അറിയാമെന്ന് പറഞ്ഞത് അവൾക്കൊരു അത്ഭുതമായിരുന്നു. അവൻ്റെ കൂടെ രാഷ്ട്രീയത്തെ പ്രവർത്തിച്ച ആൾക്കാരാണെന്ന് ശരണ്യ പറഞ്ഞു കൊടുത്തു. താൻ എവിടെ പോകുമ്പോഴും തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നിയമിച്ച വിശ്വസ്തരിൽ ചിലരാണ് അവരും ഞങ്ങളുമൊക്കെ. എപ്പോഴും അവന് തന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മിക്കപ്പോഴും ഞങ്ങളുടെയൊക്കെ ഒരു കണ്ണുണ്ടായിരുന്നു കൃഷ്ണക്ക് മേൽ. അത് CD പണിയൊന്നുമല്ല കേട്ടോ, തന്നെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രം, കീർത്തി പറഞ്ഞു. അവളെല്ലാം മൂളിക്കേട്ടു. റിസപ്ഷൻ കഴിഞ്ഞപ്പോൾ 10 മണിയായിരുന്നു. കൃഷ്ണക്ക് വല്ലാത്ത തലവേദന അനുഭവപ്പെട്ടു. അവൾ ജാനകിയോട് പറഞ്ഞതിന് ശേഷം മുകളിലെ മുറിയിലേക്ക് ചെന്നു. തല വല്ലാതെ പൊട്ടുന്നത് പോലെ തോന്നി അവൾക്ക്. തണുത്ത വെള്ളത്തിൽ തല കഴുകി ഒന്ന് കുളിച്ചപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നി.
അഭിമന്യു എപ്പോഴും താഴെ വന്ന് അവൻ്റെ ഗസ്റ്റുകളെ യാത്രയാക്കാൻ തിരക്കിലായിരുന്നു. കൃഷ്ണ അല്പനേരം കൂടി കാത്തതിന് ശേഷം കട്ടിലേക്ക് കയറി കണ്ണുകൾ അടച്ചു കിടന്നു. ചെറിയ മയക്കത്തിലേക്ക് വഴുതി വീണു. നെറ്റിൽ ആരുടെ കരസ്പർശം അനുഭവപ്പെട്ടപ്പോഴാണ് അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അഭിമന്യാണ്. അമ്മ പറഞ്ഞു തലവേദനയാണെന്ന്. എങ്ങനെയുണ്ട്, കുറഞ്ഞു? അവൻ ചോദിച്ചു. കുറവുണ്ട്. ബാം തേച്ചോ? വേണ്ട, ഇപ്പോൾ കുറവുണ്ട്. കുറച്ചു നേരം ഉറങ്ങിയാൽ മതി, അവൾ പറഞ്ഞു. എങ്കിൽ കിടന്നു, ഞാൻ താഴേക്ക് പോയിട്ട് വരാം. അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അഭിയേട്ടാ, കൃഷ്ണ കിടന്നുകൊണ്ട് വിളിച്ചു. എന്താ? അവൻ തിരികെ അവളുടെ അരികിലേക്ക് വന്നിരുന്നു. ഇവിടെ ഇരിക്കുമോ കുറച്ചു നേരം? അവൾ മടിച്ചു ചോദിച്ചു. ഇരിക്കാം, അവൻ അവളുടെ അരികിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. കൃഷ്ണമല്ലേ കണ്ണുകൾ അടച്ചു കിടന്നു. അവൾ വളരെയധികം ഭയപ്പെടുന്നെന്ന് അഭിമന്യുവിന് തോന്നി. ഉള്ളിലെ ഭയം മുഖത്ത് കാണാമായിരുന്നു. അവളുടെ തലയിൽ മുതിർവായി തലോടിക്കൊണ്ട് അവനും അരികിലായി കിടന്നു. രാവിലെ ഉണക്കമുണരുമ്പോൾ തന്നെയും ചേർത്ത് പിടിച്ചുറങ്ങുന്ന അഭയാണ് കൃഷ്ണ കണ്ടത്. തലക്ക് വല്ലാത്ത ഭാരം പോലെ തോന്നിക്കുന്നു. എഴുന്നേൽക്കണം എന്ന് കരുതിയെങ്കിലും അതിന് പറ്റാത്തതുപോലെ. വല്ലാത്ത ക്ഷീണവും മേലുവേദനയും. പനിയുടെ ആരംഭം ആണെന്ന് മനസ്സിലായി. അവൾ അഭയെ വിളിച്ചു നിർത്തി. അവൻ നെറ്റിൽ കൈവച്ച് നോക്കുമ്പോൾ പൊള്ളുന്ന പനിയുണ്ട്. രാവിലെ തന്നെ അവർ കൃഷ്ണയുമായി ഹോസ്പിറ്റലിലെത്തി. ആ നേരത്തെ ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടെമ്പറേച്ചർ കൂടുതലാണ്, അഡ്മിറ്റ് ആകേണ്ടി വരും, അവർ അഭയോട് പറഞ്ഞു. കയ്യിൽ ഡ്രിപ്പിട്ടു. കൃഷ്ണയെ റൂമിലേക്ക് മാറ്റിയിരുന്നു. അവൻ വീട്ടിലേക്ക് വിളിച്ചു കൃഷ്ണയെ അഡ്മിറ്റാക്കിയ കാര്യം അറിയിച്ചു. ജാനകിയും പ്രതാപനും ചേർന്ന് ചമ്പകശ്ശേരിയിലും അക്കാര്യം അറിയിച്ചിരുന്നു. റൂമിൽ കൃഷ്ണയുടെ അരികിലായി ഇരിക്കുകയായിരുന്നു അഭിമന്യു. അപ്പോഴാണ് പ്രതീക്ഷിക്കാത്ത ഒരാൾ സന്ദർശനത്തിനായി അവിടേക്ക് എത്തിയത്.